എലിക്കുട്ടി ഡോക്ടർ പരിശോധിച്ചു. കാരണവന്മാർക്ക് ഉത്തരവാദിത്തം ഉണ്ടോ എന്ന് അവനോട് ചോദിക്കും. നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അമ്മയ്ക്ക് ഒന്നിനും രുചിയില്ല, മീനില്ല, ഉപ്പില്ല, പുളിയില്ല, കറിക്ക് ഒന്നും ചൊവയില്ല, കഞ്ഞിക്ക് ഒന്നും ചൊവയില്ല. അതാണ് ഇപ്പം പറയുന്നത്. എനിക്ക് തോന്നുന്നു അപ്പോ ദോശ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കുറെ പഞ്ചസാര അങ്ങ് ഇട്ട് ഇളക്കിയേച്ച് അങ്ങ് കൊടുക്കുവാണെങ്കിൽ അതെല്ലാം നല്ലതാണ്. എന്നും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വല്ല ഷുഗറും ഉണ്ടാകിയല്ലേ ഈ പ്രായമായ സമയത്ത്. അതിന് പിന്നെ എവിടെ പോകും? എന്താ കുട്ടിയമ്മേ, പനിക്കോളാണോ? പനിക്കോളൊന്നുമില്ല, ചൂട് കൊണ്ടുള്ള ക്ഷീണ. ഞാൻ തന്നെ തൂങ്ങുവാ. നിങ്ങൾ മക്കളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കോ ഇങ്ങനെ പഞ്ചസാര തിന്നണ്ടെന്ന്. എത്ര അപ്പം വേണേലും തിന്നോളൂ, പഞ്ചസാരക്കകത്ത് മുക്കിയാൽ കൊടുത്താൽ. ഇങ്ങോട്ട് ശരി, അമ്മ കണ്ടുപിടിച്ച്. ബാബുചേട്ടൻ്റെ കാര്യത്തിൽ ഒരിതാണ്. അമ്മ എപ്പോഴും വഴിയിലോട്ട് നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ. അപ്പൊ അങ്ങനെ നോക്കിയിരുന്നപ്പോ ഒരാള് വന്നു. ചേട്ടാ കഴിച്ചു കഴിഞ്ഞില്ലേ? കുറ്റമൊക്കെ പറഞ്ഞെങ്കിലും മീനൊക്കെ തിന്നു. ഉപ്പും പുളിയൊന്നും പിടിച്ചിട്ടുള്ള മീനായിരുന്നേ. ഇച്ചിരി ഒരു ദിവസം കൂടെ വളർത്തുമീനാ, ഒരു ദിവസം അടിക്കല്ലേ ഇപ്പൊ ഉണ്ടാക്കിയതാ. പിന്നെ കോവയ്ക്കാത്തവരുണ്ട്, അതിന് ഒരു ചൊവയില്ലെന്ന് പറഞ്ഞു. എന്നാലും 3/4 ഭാഗവും കഴിച്ചു. കഞ്ഞിയൊക്കെ മുഴുവൻ കുടിച്ചിട്ടുണ്ട്. കഞ്ഞിക്കൊന്നും ഉപ്പില്ലെന്നൊക്കെ പറഞ്ഞു. ആൾക്ക് ഉപ്പൊന്നും മനസ്സിലാകാഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ പഞ്ചസാര ഇട്ട് ദോശ അപ്പ കൊടുക്കുമ്പോഴത്തേക്ക് തിന്നുന്നില്ലേ? ഇടിയപ്പം തിന്നും. എല്ലാം പഞ്ചസാരക്കകത്തിട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് മാറ്റി പിടിക്കാം, ഇച്ചിരി തേനൊക്കെ ഒഴിച്ചു കൊടുക്കാം അല്ലെ. പഞ്ചസാര കൊടുത്തുപോലെ ഷുഗറും ആയെങ്കിലും. ഇതിനകത്ത് കഞ്ഞിവെള്ളം കുടിക്കേ, ഇച്ചിരി കൂടെ കുടിക്കേ, ഇച്ചിരി കൂടെ കുടിക്കാനേ. ബാബുചേട്ടൻ വന്നേ, ബാബുചേട്ടൻ ഫോണില്ലേ ബാങ്കിങ്ങിന്റെ ആപ്പ് റെഡിയാക്കാൻ വന്ന. ഇച്ചിരി കൂടെ കുടിച്ചോ. ആ സാരമില്ല, ഇപ്പൊ ചൂടല്ലേ. നേരത്തെ കൊണ്ട് വെച്ചപ്പോൾ പറഞ്ഞു ചൂടാന്ന് പറഞ്ഞു. പിന്നെ വെള്ളം കുടിക്കാൻ മടി. അത് പഞ്ചസാര ഇട്ടിട്ടുള്ള ജ്യൂസോ നാരങ്ങാ വെള്ളോ അങ്ങനെയൊക്കെയല്ലേ. രാവിലെ ഇപ്പൊ ഇച്ചിരി കഞ്ഞിവെള്ളം ചെല്ലട്ടെ. പിന്നെ കഴിയുമ്പോ മാറ്റി കൊടുക്കാം. അങ്ങനെയല്ലേ എന്നും കൊടുക്കുന്നത്. ആ മതി മതി. ചൂട് കാലാ, വെള്ളം ഇഷ്ടം പോലെ കുടിക്കണം. ഓരോ മണിക്കൂർ ഇടവിട്ട് വെള്ളം കുടിക്കണം എനിക്ക് തോന്നുന്നത്. ഇനി കൊണ്ടുവരണ്ടോ? ഒരു മണിക്കൂർ കഴിയുമ്പോ കൊണ്ടുവന്നേക്കാം കേട്ടോ. ഒരു മണിക്കൂർ കഴിയുമ്പോ കൊണ്ടുവന്നേക്കാം. ഒരു മണിക്കൂർ കഴിയുമ്പോ തരാന്ന്. മറ്റേ കൈ എഴുതുന്നില്ലേ? ഇന്ന് തലയിലുള്ള തല തോളത്തിടുന്നത് അരക്കി ചുറ്റിയോ? തോർത്ത് തോർത്ത് അരക്കി ചുറ്റിയില്ലോ. ഇപ്പൊ ചെരുപ്പിടുന്ന കാര്യം പറ്റാൻ മറന്നു പോവല്ലേ? ചെരുപ്പെടുത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത് നോക്കിയേ. ജോമോനെ കാണിക്കാൻ വേണ്ടി എടുത്ത് മാറ്റാതെ വെച്ചിരിക്കുന്ന നോക്കിയേ. കപ്പില് കൊടുത്ത സാധനം കൈ കഴുകുന്നില്ലേ? കൈ കഴുകുന്നില്ലേ? മിഠായിയുടെ കടലാസ് മോള് കൊച്ചുമോള് വിവീന കൊണ്ടുവന്ന് തന്നില്ലേ? മിഠായി, ചോക്ലേറ്റ്, അതിന്റെ കടലാസാ. അതിന് പേപ്പർ ഇപ്പോഴും ഇവിടെ കിടക്കുവാ. എന്റെ ആവശ്യത്തിന് വേണ്ട പറഞ്ഞ പേപ്പർ എടുത്തു വെച്ചതാ. പിന്നെ അവിടെ ഇട്ടു. അമ്മയ്ക്ക് തന്നതാ, ഞാൻ കണ്ടതാ. അങ്ങനെയൊന്നും പറയണ്ട. അമ്മ ഓർക്കുന്നില്ലാത്തോണ്ടല്ലേ. തോർത്തരയാ വട്ടം ബലത്തിൽ കൂട്ടി വെച്ചിട്ടാന്ന് തോന്നുന്നു ഈ മുകളിൽ മുളയിലുണ്ടാക്കുന്നത്. അവിടെ ഒത്തിരി പേര് കിടപ്പുണ്ടോ? അവിടെ ആരാ കിടക്കണേ? അമ്മയ്ക്ക് അറിയത്തില്ലേ? എലിക്കുട്ടിയമ്മ നോക്ക്. എലിക്കുട്ടിയമ്മ അവിടെ എല്ലാം നോക്കണം എല്ലാ ദിവസവും. ഞാനല്ലല്ലോ. മുറിയിൽ ആരൊക്കെ കിടപ്പുണ്ട്, ആരൊക്കെ കിടപ്പില്ല എന്നൊക്കെ നോക്കണം എലിക്കുട്ടിയമ്മേ. മക്കളൊക്കെ വന്ന് കിടപ്പുണ്ടോ നോക്കണം. ഞാനല്ല. അവിടെ വന്നതാണോ? ഇവിടെ വന്നതാണോ? അത് ആരായിരിക്കും? 3-4 പേര് കിടപ്പുണ്ടോ അവിടെയോ? 3-4 പേരൊന്നുമില്ല. 3-4 പേർക്കൊന്നും കിടക്കാൻ പറ്റിയില്ല. ആണോ? 3-4 പേരല്ല, 2 പേരുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അമ്മ 3-4 പേരെന്ന് പറഞ്ഞ്. അത് പറ. എത്ര പേരുണ്ട്? ആരൊക്കെയാ കിടക്കണേ? അറിയത്തില്ലേ? ആരൊക്കെയാന്ന് അറിയത്തില്ലേ? ആരൊക്കെയാന്ന് അറിയത്തില്ലേ? എനിക്കറിയത്തില്ല. നമ്മുടെ കൊച്ചുമക്കളല്ലേ? ആൾക്കാരെ മുഖത്ത് ചോദിക്കുക. ആരുടെ ഇവിടെ ഒന്ന് കിടക്കണം ചോദിക്കാൻ പറ്റായിരുന്നു? ആരുടെ ഇവിടെ ഒന്ന് കിടക്കണം ചോദിക്കാൻ പറ്റായിരുന്നു? എനിക്കറിയത്തില്ല.
അതൊന്നും അമ്മ ചോദിക്കല, മറ്റുള്ളവരെ കൊണ്ട് വേണേ ചോദിപ്പിക്കും. അതേ ഉള്ളു, അമ്മ നേരിട്ടൊന്നും ചോദിക്കത്തൊന്നുമില്ല. ചക്ക ഇച്ചിരി മുമ്പ് എലിക്കുട്ടിയമ്മ അങ്ങനെയാ കിടന്നത്. ഞാൻ വിളിച്ചേപ്പിച്ചോണ്ടിക്ക് വന്നതാ. എല്ലാരും ഇപ്പൊ ചക്ക വെട്ടിയിട്ട പോലെയാണ്. ചൂടായതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ക്ഷീണാന്നേ. ആർക്ക് കേൾക്കാൻ മേല, നടക്കാൻ മേല, ഒന്നും മേല. ജോലി ചെയ്യുന്നൊന്നുമല്ല, പഠിക്കുന്നതാ. ജോലി ചെയ്യുന്നവരൊക്കെ ഏറ്റ് ജോലിക്ക് പോകേണ്ട സമയം കഴിഞ്ഞില്ലേ? സമയം എത്രയായി? അവനോ ഡിഗ്രിക്ക് പഠിക്കുവാ, ഇപ്പൊ അവധിയാ. കൂടിയ കൊടുത്താ ജോലിക്കാരൊക്കെ ഏറ്റുകൊണ്ട സമയം കഴിഞ്ഞു. അപ്പം അവധിക്കാരായതുകൊണ്ടൊക്കെ അങ്ങനെ കിടക്കാൻ പറ്റും. അല്ലെങ്കിൽ രാവിലെ 7 മണിയാകുമ്പോൾ 6 മണിയാകുമ്പോൾ പോകണ്ടേ? ജോമോനോടാ പറഞ്ഞേ, പോയി വല്ല ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാൻ. എന്റെ പുറകെ ഇങ്ങനെ നടക്കാതെന്ന് അതാ ഉദ്ദേശിച്ചത്. ചേട്ടൻ വന്നപ്പോഴേ എന്റെ അടുത്ത് ഇവിടെ ഇരുന്ന് പറഞ്ഞു, വന്നിട്ടുണ്ട് ഇവിടെ വല്ലതും തിന്നാറായോ എന്ന് അറിയാൻ വേണ്ടി വന്നു. അയ്യോ പാവം. ഭാവച്ചേട്ടാ ഫോൺ ശരിയാക്കാൻ വന്ന മൊബൈലിൽ. ആ പാത്രം ഇന്നലെ വീട് ഇവിടെ കിടക്കുവല്ലേ? ആ ഒന്നും ആരും ഞാൻ ഇരിക്കുന്നില്ലാത്തോണ്ട് എന്റെ മകൾ ഇവിടെ ഇരുന്നതാ. ഞാൻ ഉറക്കം ചെയ്തേനെ, അടുക്കള കിടന്ന് വിലുങ്ങണേനായിരുന്നു. വഴി ടാറിങ് നടക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ടാ. മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുക റോഡ്. ചെരുപ്പ് കൊണ്ടോ വെച്ചിരിക്കുന്നുണ്ടോ? ചെരുപ്പ് എടുത്ത് കാലണ്ട ചെരുപ്പ് കാണിച്ച് വെച്ചിരിക്കുന്നുണ്ടോ? കപ്പ് മൂടി വെച്ചിരിക്കണോ ചെരുപ്പ് വെച്ച്? അതിനാ കപ്പിനകത്തുള്ള വല്ല വെള്ളം കുടിച്ചിട്ട് മൂടി വെച്ചേക്കണാണോ? കപ്പ് മൂടി വെച്ചിരിക്കുന്നത് ചെരുപ്പ് വെച്ച്. കപ്പേ ആ കപ്പ് മൂടി വെച്ചിരിക്കുന്നത്. ആ കണ്ടില്ലേ അവിടെ കപ്പ് ചെരുപ്പ് വെച്ച് മൂടി വെച്ചേക്കണേ. ആ വെള്ളം ഇനി കുടിക്കാൻ കൊള്ളുവോ? അയ്യേ, പിന്നെ മിച്ചമുള്ള വെള്ളം ചെരുപ്പ് വെച്ച് മൂടി വെച്ചേക്കുവാ. ഇനി കുടിക്കാൻ പറ്റുമോ? ചെരുപ്പിനകത്തുള്ള മണ്ണും ചെളിയിലെ വീണില്ലേ? ചെരുപ്പിനകത്തുള്ള മണ്ണും ചെളിയിലെ വീണില്ലേ? ഇനി അത് കുടിക്കാൻ കൊള്ളുവോ? എവിടെ? ആഹാ, അപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ. ഇവിടെ ആരാ ഉള്ളത്? എലിക്കുട്ടി പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ആരാ ഉള്ളത്? എലിക്കുട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും ഇല്ലല്ലോ. ആ അത് മതി. എല്ലാവരും അങ്ങനെ അവനവൻ്റെ കാര്യം നോക്കിയാൽ മതി. എപ്പോഴാ പോണേ? എപ്പോഴാ പോകുന്നതെന്ന്? വീട്ടിൽ പോകാന്ന് പറഞ്ഞാൽ എപ്പോഴാ പോകണമെന്നാ ചോദിച്ചത്. പോകുന്നത് എപ്പോഴാന്ന്? ആ വേണ്ടേ? ആരാ കൊണ്ടുപോകുന്നേ? അതൊക്കെ കൊണ്ടുപോകാൻ ആളണം. ആര്? അത് കൊണ്ടുപോകാനായാലും മാത്രം ആളൊന്നും വേണ്ട. വേണ്ടേ? അതിന് ആളൊക്കെ ആവശ്യം കഴിഞ്ഞു. ആഹാ, ഇപ്പോൾ ഒത്തിരി പേരുണ്ടല്ലേ കൊണ്ടുപോകാനൊക്കെ? കൊണ്ടുപോകാനൊക്കെ ഒത്തിരി പേരുണ്ട്. കൊണ്ടുപോകാനൊക്കെ ഒത്തിരി പേരുണ്ടെന്ന്. കൊണ്ടുപോകട്ടെ. ആരാ വരുന്നേ? മക്കൾ വല്ലവരും ആണോ വരുന്നേ? മക്കൾ വല്ലവരും ആണോ വരുന്നേ? എൻ്റെ അങ്ങനെ ഒന്നും കൊണ്ടുപോകണ്ട. ആ എനിക്ക് ആൾക്കാരുണ്ട്. അതെന്നെ, അത് ആൾക്കാർ ആരാ വരുന്നതെന്നാ ചോദിച്ചേ. എലിക്കുട്ടിയമ്മ എന്നും വീട്ടിൽ പോക്കാണല്ലോ. മാൻമട്ടം പള്ളി പെരുന്നാളായി, എങ്ങോട്ടാണോ പോണേ? മാൻമട്ടം പള്ളിയിലേ, മാൻമട്ടം പള്ളി പെരുന്നാളാ. ആ അതിനാണോ പോകണേ? വീട്ടിൽ പോകണമെന്ന് പറഞ്ഞേ? അതിനാണോ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞേ എലിക്കുട്ടിയമ്മ? പെരുന്നാളിന് പോകണ്ടല്ലേ? പണ്ടൊക്കെ പോകാമായിരുന്നല്ലോ അപ്പം തിന്നാനായിട്ട്. അപ്പം നമ്മൾ ഗീവർഗീസിൻ്റെ പെരുന്നാൾ. ഗീവർഗീസിൻ്റെ പെരുന്നാൾ. ഗീവർഗീസിൻ്റെ ആ ഗീവർഗീസിൻ്റെ പെരുന്നാൾ ഈ മാസമല്ലേ? ഏപ്രിൽ മാസത്തിലല്ലേ? അല്ല മാർച്ചിൽ. ആ മാർച്ച് ഏപ്രിൽ, അതന്നെ ഏപ്രിൽ. മാർച്ചിലല്ലേ? ഏപ്രിൽ. പോകുന്നുണ്ടോ? പെരുന്നാളിന് പോകുന്നുണ്ടോ? ആ ഇല്ലേ? ഒന്ന് പോയാലോ? ഒന്ന് പോയാലോ? പിന്നെ ഒന്ന് പോയാലോ? ഒന്ന് ആ ആ ആ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ചെറുപ്പത്തിൽ ഞങ്ങൾ ലാസ്റ്റ് പെരുന്നാളാണ്. ഞാൻ അവിടെയൊക്കെ പോയിട്ട് എത്ര നാളായി.
അത് ശരിയാ. ഇനിയിപ്പോൾ ഉടനെ പോകണുള്ളൂ. ആ അതുകൊണ്ടാണ് പറഞ്ഞേ നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞേ. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് പോവായിരുന്നു മാൻമുട്ടമ്പള്ളിയിലും മണ്ണാറപ്പാറ പള്ളിയും. മാൻമുട്ടമ്പള്ളിയിൽ പെരുന്നാളാണ് ഏറ്റവും അവസാനത്തെ പെരുന്നാൾ. ഈ ഭാഗത്തുള്ള പെരുന്നാളുകളിൽ ഏറ്റവും അവസാനത്തെ പെരുന്നാൾ മാൻമുട്ടമ്പള്ളിയിലാണ്. കോഴി നേർച്ചയും പ്രധാന നേർച്ച അപ്പമാണ്. കിടക്കാൻ പോകണോ? എൻ്റെ വീട്ടിൽ നിന്ന് വല്ലതും വന്നിട്ട് പോകും. വീട്ടിൽ നിന്ന് ആരാ വരാനുള്ളത്? പോക്കാം. വീട്ടിൽ നിന്ന് ആരാ വരാനുള്ളത്? പിന്നെ വേറെ പല പോക്കില്ല. ഇല്ല. വീട്ടിൽ നിന്ന് ആരാ വരാനുള്ളത്? അതിന് എലിക്കുട്ടിയമ്മയ്ക്ക് ആരും ഇല്ലല്ലോ വരാൻ. വീട്ടിൽ നിന്ന് വരാൻ ആരും ഇല്ലല്ലോ. വീട്ടിൽ ഇന്ന് വരാൻ ആരും ഇല്ലല്ലോ. അവർ ആരാ ഉള്ളത്? ആവശ്യത്തിന് കൊണ്ടുവരാനാളോ? പിന്നെ ആവശ്യം കൊണ്ട് 3 പേര് വന്നേച്ചാൽ പറയും. 3 പേര് വന്നിട്ട് പോയോ? കൊണ്ടുപോകാൻ വന്നാ? കൊണ്ടുപോകാൻ വന്നാണോ? പിന്നെ പോകാതെ ഒരാൾ തന്നെ ഇരിക്കുക. അതിൻ്റെ ഇന്ന കാര്യം നടക്കും. അവനവൻ്റെ കാര്യം നടക്കും. എന്നാ കാര്യമുള്ളത് നടത്താനതിന്? എലിക്കുട്ടമ്പക്ക് എന്നാ പണിയൊക്കെ ഉള്ള? ഇങ്ങനെ തോർത്ത് അരച്ചിട്ടേ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ആണല്ലോ. പിന്നെ ചെരുപ്പിടാത്ത എന്നാന്നേ? ചെരുപ്പൊന്നും ഇടില്ല. ചെരുപ്പ് എങ്ങനെ അവിടെ കപ്പൊക്കെ മൂടി വെക്കാൻ എടുക്കും അല്ലേ? വേണ്ട. കപ്പൊക്കെ മൂടി വെക്കാൻ കൊണ്ട് ചെരുപ്പ് കൊണ്ടോ കപ്പൊക്കെ മൂടി വെക്കുക? പിന്നെ എങ്ങനെയാന്ന് പറ. എലിക്കുട്ടിയമ്മയുടെ കാര്യം. എലിക്കുട്ടിയമ്മ കടന്നു. പറയണ്ട. ഒന്നും പറയുന്നില്ല. പറ്റാവുന്നതൊക്കെ എൻ്റെ കാര്യം ഞാൻ ചെയ്തോ. ആണോ? എല്ലാം ചെയ്തോണേ കേട്ടോ. എന്നാ നീ കിടന്നോ. കാപ്പിയൊക്കെ കുടിച്ചതല്ലേ? ഇച്ചിരി വർത്താനമൊക്കെ പറഞ്ഞ്. എന്നാ ഇങ്ങനെ കിടക്കണേ? എന്നാ പറ്റിയ? ധാരാ അവിടെ കിടക്കണേ? ധാരാ അവിടെ കിടക്കണേ? പിന്നെ മുളിക്കൊണ്ട് കിടക്കണേ? ധാരാ അവിടെ കിടക്കണേ? ധാരാ ആരും ചോദിക്കാൻ പറ്റായിരുന്നു? ചെറുപ്പക്കാരൻ ചെറുക്കം വന്ന് എൻ്റെ മുറി വന്ന് കിടക്കണേനാന്ന് ചോദിക്കാൻ പറ്റായിരുന്നു? എലിക്കുട്ടിയമ്മയുടെ മുറി വന്ന് ചെറുപ്പക്കാരൻ ചെറുക്കം വന്ന് കിടക്കണേന്നാ? ചെറുപ്പക്കാരൻ ചെറുക്കം വന്ന് എലിക്കുട്ടിയമ്മയുടെ മുറി വന്ന് കിടക്കണേന്നാന്ന്? ചെറുപ്പക്കാരും വല്ലതും വന്ന് അവിടെ കിടക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് എലിക്കുട്ടിയമ്മ ഏറ്റ് പോകുന്നത്. അവനോടെ കിടക്കുന്നുണ്ടോണ്ടാണോ? അതാരാ അത്? അതിൻ്റെ ഇവിടെക്കാർ വരുമോ? അതാരാ കിടക്കണേ? അതാരാ? അതാരാ അത്? ഇല്ലേ? അമ്മ അറിയാതിരിക്കുന്നത് എങ്ങനെയാ? ചോദ്യം അതാരാന്ന്? അല്ല എൻ്റെ മോൻ കണ്ട അറിയത്തില്ല ആരാന്ന്? അവനെ വിളിച്ചേപ്പിച്ച് മാറ്റി കിടത്തിയാണോ? എലിക്കുട്ടിയമ്മ ബാത്റൂമിൽ പോയ സമയത്ത് ഒന്നും മിണ്ടിയില്ലല്ലേ? ചൂട് കാരണേ വന്ന് കിടക്കണ. ഭയങ്കര ചൂടാ പുറത്തൊക്കെ. അവധിയൊക്കെ അല്ലേ അതുകൊണ്ട് വന്ന് കിടക്കണ. അവധിയൊക്കെ അല്ലേ അവധി. അതാരാ അത്? മോൻ നോക്കിക്കേ ആരാന്ന്? മുഖത്തൊന്ന് നോക്കിയേ ശരിക്കും. എന്നെ വിളിക്കണം. നിനക്ക് എന്നാ വല്ല അസുഖമാണോ? എന്നതാ? മരുന്നുണ്ടോ? കഴിക്കണുണ്ടോ? അവൻ മിണ്ടിയില്ലാത്തവനാണോ അമ്മേ? മിണ്ടിയില്ലാത്തവനാന്ന് തോന്നുന്നു. മിണ്ടിയില്ലാത്തവനാന്ന് തോന്നുന്നു. മറുപടി പറയുന്നില്ലല്ലോ. മറുപടിയേ അമ്മ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ എന്നാ. ചവിട്ടത്ത് പാടുണ്ട്. പോറിയതല്ല, കത്രിക കൊണ്ടതാ. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തപ്പോൾ കത്രിക കൊണ്ടതാ. ഒത്തിരി അനുഭവിച്ചാ? അവനേ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തപ്പോൾ സിസേറിയൻ ചെയ്തപ്പോൾ കത്രിക കളുത്ത് കൊണ്ടതാ. മുറിച്ചപ്പം കത്രികയല്ല കത്തി. അവൻ്റെ കയ്യിലിരിക്കുന്നോ? അവൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നേ? അവൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നേ?
അവൻ്റെ കയ്യിൽ എന്നതാ ഇരിക്കണേന്ന്? കയ്യെ കയ്യിൽ എന്താണ് ഉണ്ടെന്ന് പറഞ്ഞാ? എന്നെ പറ്റിയെന്ന് അവൻ്റെ കയ്യിൽ എന്നാ ഉള്ളതെന്ന്? അതൊന്നും എനിക്കറിയത്തില്ല. അമ്മയല്ലേ പറഞ്ഞപ്പം. എലിക്കുട്ടിയമ്മ അവനെ അറിയത്തോ എലിക്കുട്ടിയമ്മ ബാത്റൂമിൽ പോയ സമയത്ത് വിവാൻ ഇവിടെ വന്ന് കിടന്നേ. എന്നാ വാനെ പറ്റിയെന്ന്? എന്നാ എൻ്റെ വാന് പറ്റിയേ? ഇങ്ങനെ കിടക്കാൻ വല്ല അസുഖം കൊണ്ട് കിടക്കുവാണോ? അതോ വേലാരിയാണോ? അതോ ശരീര സുഖമാണോ? അസുഖങ്ങളാണോ? എല്ലാം കൂടിയാണോ? കുഴഞ്ഞു പോയോ? എല്ലാം കുഴഞ്ഞു പോയോ? നീ ഇപ്പം എന്നാ ചെയ്യണേ? ചെയ്തോണ്ടിരിക്കുവാണോ? ഒന്നുമില്ല. വന്നേ ഈ മാമനെ കഴിക്കാൻ. എന്നാ പറ്റി കൊച്ചിങ്ങനെ കിടക്കണേ? അതെ, അതും അവനൊന്നും പറയുന്നില്ലല്ലോ. അവനൊന്നും പറയുന്നില്ലല്ലേ? എന്റെ മിണ്ടാട്ടൊക്കെ മുട്ടിപ്പോയെന്ന് തോന്നുന്നു. അവരൊന്നും സംസാരിക്കുന്നുമില്ല, ഒന്നുമില്ല. അതിന് പനിയാ, പനി. ആണോ? ആ, പനിയുണ്ട്. തൊണ്ടവേദനയുണ്ട്, ജലദോഷമുണ്ട്. പനിയില്ല, തൊണ്ടവേദന, ജലദോഷം. പനിയാണോ? പനിയല്ല. ദേഹത്ത് ചൂടുണ്ട്. ആ, ദേഹത്ത് ഇച്ചിരി ചൂടുണ്ട്. പനിയാ. ആണോ? ദേഹത്ത് ചൂടുണ്ടെങ്കിൽ പനിയാ. പനി ആരംഭിച്ചപ്പോ മൊത്തമായി ഇവിടത്തൊക്കെ പാട് കത്തില്ലേ? അതെന്നാ അങ്ങനെ? ആ, അതങ്ങനെ മുറിഞ്ഞതാ. അതെ, മുറിച്ചത് മുറിച്ചതാ. അതിനാ അറിയാതെ കൊണ്ടതാ. ഓ, അവൻ തന്നെയാ? അവൻ തന്നെയല്ല, നിങ്ങളാ? ഞങ്ങളല്ല, വേറെ ആള്. അതെന്നാ അങ്ങനെ ചെയ്ത്? അറിയാതെ കൊണ്ടതാന്ന് പറഞ്ഞില്ലേ? അറിഞ്ഞുകൊണ്ട് ചെയ്യുവോ? അറിയാതെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നതാ. ഡോക്ടർ സിസേറിയൻ ചെയ്തപ്പം ഇപ്പൊ പനിയുണ്ടോന്ന് നോക്കി. പനി ഇല്ലെന്ന് അമ്മ നോക്കിക്കേ. വലിയ ചൂടൊന്നുമില്ല. കൈ വെച്ച് നോക്കിയാൽ പനി അറിയാൻ പറ്റുമോ? അറിയാം, ഒരുവിധമൊക്കെ അറിയാല്ലേ? ചൂടറിയാം അല്ലേ? ഇപ്പൊ ചൂടുകാലായതുകൊണ്ട് മൊത്തം ചൂടാ എല്ലായിടത്തും. എലിക്കുട്ടിയമ്മേനെ ഒന്ന് കുളിപ്പിക്കാൻ പോവാ കേട്ടോ. നമുക്ക് കുളിച്ച് ക്ഷീണം ഒന്നങ്ങ് മാറും കേട്ടോ. നമുക്ക് ഇപ്പൊ തന്നെ കുളിച്ചേക്കാം എലിക്കുട്ടി അമ്മേനെ. ഇപ്പൊ കണ്ടോണേ പറയണൊക്കെ, ഞാൻ കുളിക്കുന്നില്ല. നമുക്ക് ഇന്ന് കുളിക്കണം ഇപ്പൊ തന്നെ. ഉന്മേഷം കിട്ടട്ടെ. വീട്ടിൽ പോയിട്ട് കുളിപ്പിച്ചാ മതിയോ? ഇവിടുന്ന് കുളിച്ചിട്ട് പോവാ. ചൂടല്ലേ? അവിടെ ചെന്നിട്ട് ഒന്നും കൂടെ കുളിച്ചോ. ഇവിടുന്ന് കുളിച്ചിട്ട് അങ്ങ് പോയിട്ട് അവിടെ ചെന്നിട്ട് ഒന്നും കൂടെ കുളിച്ചോ. ഇവന് ഈ കിടക്കയെല്ലാം മാറി മാറി നടക്കണ കാര്യം എന്നാ? അവിടെ ഒന്ന് കിടന്നു, വിവീനയുടെ അടുത്ത് പോയി ഒന്ന് കിടന്നു, ഇപ്പൊ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് കിടക്കുന്നു. എന്താ അങ്ങനെ? എവിടെ കിടന്ന സുഖം കിട്ടുന്നാണോ? ആരുടെ അടുത്ത് കിടന്നാലോ സുഖം കിട്ടുന്നതെന്ന് അറിയാനാണോ? ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ടായിരിക്കും ഓടി ഓടി നടക്കണത്. ക്ഷീണം കാരണം അല്ലേ? അങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ. അമ്മ വിളിച്ചിട്ടൊന്നും മിണ്ടിയില്ലേ? അന്തം ബന്ധം ഒന്നും അറിയത്തില്ല. അന്തം ബന്ധമൊന്നും ഇല്ലാത്ത കൊച്ചാണോ കൊച്ചേ നീ? അമ്മ വിളിച്ചിട്ട് മിണ്ടിയില്ല, ഒന്നും പറഞ്ഞില്ല. അമ്മ പറഞ്ഞു മേലാത്തത് കൊണ്ടാ. ക്ഷീണം കാരണം, ക്ഷീണം. അത് എന്നാ രോഗമൊന്നും അറിയത്തില്ല. ജലദോഷ. നല്ല ഡോക്ടർമാരെ കാണിപ്പിച്ച് ചികിത്സിക്കാണെന്ന് ആർക്കറിയാം. ഇതിനോട് പറ. ആണോ? എന്നാ അങ്ങനെയാണോ? എന്നാ എന്നാ ഇവരാരും അങ്ങനെയൊന്നും ചെയ്യരുത്. എന്നാ ചെയ്യലെന്നാ? നല്ല ചികിത്സയൊന്നും കൊടുക്കുകയല്ലെന്ന് എത്രയോ വർഷം മുമ്പ് മുതൽ അറിയാൻ തുടങ്ങിയതാ. അറിയാവുന്ന എല്ലാവരെയും പ്രവർത്തി. ഞാനേ കൈ കൊട്ടിയതിന്റെ കാര്യം എന്നാന്ന് നിങ്ങൾക്ക് അറിയാവോ? അമ്മ പണ്ടും ഇങ്ങനെ ഡയലോഗുകൾ അടിക്കുമായിരുന്നു. ചെയ്താലും ഇങ്ങനെയൊക്കെ പറയുള്ളൂ. അതുകൊണ്ടാ ഞാൻ കൈ കൊട്ടുന്ന കേട്ടോ. വേറെ ഒന്നും വിചാരിച്ചേക്കരുത്. കൈ കൊട്ടുന്നതേ ഇപ്പോഴും അതൊക്കെയാണല്ലോ പറയുന്നതെന്ന് ഓർത്തിട്ടാ. അമ്മ ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും ഇവനൂടെ വന്ന് കിടക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ട് അതിലോട്ട് വന്നു. ഒരു ചെറുപ്പക്കാരൻ വന്ന് കിടപ്പുണ്ട്. എന്നാത്തിന് ഇവിടെ വന്ന് കിടക്കണമെന്ന് ചോദിച്ചു. മിണ്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് അറിയാം അത് ഇവിടുത്തെ കൊച്ചാന്നൊക്കെ അല്ലെ? അമ്മ വയലന്റ് ആയില്ലേ? പിന്നെ ഞാൻ പറഞ്ഞു ചെറുപ്പക്കാരൻ ഇറക്കുമ്പോ ഓടിക്കണ്ടെന്ന് ചോദിച്ചു. അമ്മയ്ക്ക് അറിയാം കൊച്ചാന്ന് വിവാനാന്നൊക്കെ അമ്മയുടെ മനസ്സിലുണ്ട്. പേരിങ്ങ് പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് ഉണ്ടോ? വേറെ വല്ലവരോടാണ് ചോദിക്കൂ. പുറത്തുനിന്നുള്ള ഒരാളോട് ചോദിക്കല. ഇല്ലേ? അങ്ങനെ കഴിക്കാൻ കിടന്നാ എങ്ങനെയാ പറയോ? രോഗം മരുന്ന് കഴിച്ചോ?
ഇല്ല അവൻ വല്ലതും പറയുന്നുണ്ടോ അമ്മേ? കണ്ണ് കണ്ട് കാണിക്കുന്നുണ്ട്. പറയുന്നില്ല, കണ്ണടയ്ക്കുന്നേ ഉള്ളൂ. ഞാനതല്ല അമ്മ എന്തോ മറുപടി ഇപ്പൊ പറയുന്നുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായി. ഒന്നും തുറന്നു പറയണില്ല. അതിവിടെ വീഡിയോ എടുക്കുന്നോണ്ടാ വാ തുറക്കാത്തത് കേട്ടോ. അവന്റെ കുറ്റമല്ലേ. അല്ല, ഇടയ്ക്ക് തുറന്നാലും ചെറുതായിട്ട് എന്താ പറഞ്ഞു. പനിക്കണുണ്ടോന്ന് ചോദിക്കാം. ഇല്ലമ്മേ, പനിക്കുന്നൊന്നും ഇല്ലെന്നേ. അമ്മ നോക്കിക്കേ, ഇല്ലേ? ഇല്ലെന്നേ. നമ്മുടെ ദേഹത്ത് ഇച്ചിരി ചൂടുണ്ടാവുള്ളൂ, ആ ചൂടേ ഉള്ളൂ. ചൂടില്ലേ? ചൂടില്ലെന്നേ. ഇതേ തണുത്തായിരിക്കുന്നത്, ഐസ് പോലെ തണുത്ത്. നോക്കിയേ, അമ്മ പറയണോ ഐസ് പോലെ തണുത്ത്. കൊച്ചിനെ ഇങ്ങനെ കിടക്കണേ, കൊച്ചിനെ ചെയ്യണേ എന്നാന്ന് പറ. ഡോക്ടറെ കൊണ്ടാ കാണിക്കും. ആരോട് പറയും? എന്നാലേ രോഗം ഭേദാവൂ. എന്നെങ്കിലും എന്ന് പറഞ്ഞു ഒരറ്റം മൂലയാന്ന് പറഞ്ഞു ഒന്ന് കിടന്നാൽ പിന്നെ അതുകൊണ്ട് വല്ല കാര്യമായോ? ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കട തുറന്നു അതുകൊണ്ട് കാര്യമായോ? ഇവറ്റകളൊക്കെ ഏറ്റിവിടുന്ന് പോയോന്നറിയാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറന്ന് നോക്കുന്നേ. ഇവന്റെ ചെവിട്ടിലൊക്കെ ഈ പാട് പോറല് പോലെ ചുവന്ന് കിടക്കണം. അപ്പൊ അമ്മ പിന്നെ പാടെല്ലാം കണ്ടുപിടിക്കും എല്ലാം കണ്ടുപിടിക്കുന്നു. എനിക്കാണെങ്കിൽ കണ്ണാടി വെക്കണം ഇച്ചിരി വല്ല വലിപ്പത്തിലൊന്നും അമ്മ ട്രീറ്റ് ചെയ്തോണ്ടല്ലോ. ഏഹ് ഓരോതല്ലമ്മേ സർജറി ചെയ്യുന്ന കത്തി കൊണ്ടോ. പോറിയതാണോ? പൊറി തന്നു. അതേന്ന് പറഞ്ഞു. അതങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. വാ തുറന്ന് പറയണ്ടേ. ഞാനെന്നാ ഇങ്ങനെ കിടക്കണേ? എഴുന്നേറ്റിരുന്നേ. എടാ മാന ഏക്കടാ. ഇച്ചിരി കുറേ നേരം എഴുന്നേറ്റിരിക്കും. എന്നാലും സുഖം കിട്ടുള്ളൂ ശരീരത്തിന്. ഇത്രമല്ലാത്ത കിടപ്പെന്നാ. ഇത്ര ക്ഷീണമില്ല. കൊച്ചിന് വല്ല നേരെ വല്ല അസുഖം ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ എന്നെ മാറി ഇത്ര ക്ഷീണം. അല്ല, കോട്ടയത്തിനൊക്കെ പോയിട്ട് വന്നേ. 6 മാസം രോഗത്തിൽ കിടന്നേക്കാളും കത്താം. ശരി, അമ്മ 6 മാസത്തോളം കടന്നതല്ലേ. ആ അമ്മയാന്ന് പറയുവോ അണ്ടാലിപ്പോ. ഒന്നും മിണ്ടുന്നുമില്ല. ഇടയ്ക്ക് എന്നെ കണ്ണ് ചവന്ന് വെച്ച് നോക്കും. കണ്ണ് ചിമ്മി കാണിക്കും അല്ലേ? അതെന്നായിരിക്കും മിണ്ടാൻ പറ്റാത്ത അസുഖം? നിന്റെ അപ്പനും അമ്മയ്ക്കൊക്കെ എന്നാ ജോലി? രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്. അവരെവിടെയാ? ഞങ്ങളിവിടെ വീട്ടിലാണേ. ഞങ്ങള് വീട്ടിലാ. കഞ്ഞിയും കറിയൊക്കെ വെച്ച് ഒരു കാർനോത്തിയൊക്കെ നോക്കി ഈ വീട്ടിലിരിക്കുവാ. നോക്കി വീട്ടിലിരിക്കുവാന്ന്. അതിന് മേലാതെ ഇരിക്കുന്നതാ. അപ്പൊ അതിനെ നോക്കണ്ടേ? കിടപ്പിലൊന്നും അല്ല, പക്ഷെ ആരോഗ്യക്കുറവുണ്ട്, മേലാഴികയൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ വാഗൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ അലച്ചോണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓർമ്മയൊന്നൊക്കെ കുറവാ. ശരീരത്തിനൊക്കെ ക്ഷീണമുണ്ട്. പിന്നെ ദൈവം ഇങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കുവാ, ഇങ്ങ് വീഴിക്കാതെ. പ്രായമുള്ളതാ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിനെ ശ്രദ്ധിക്കണ്ടേ? പിന്നെ അതിനെ നല്ല പ്രായക്കാർക്ക് ചെയ്യുമ്പോൾ എല്ലാം ചെയ്യണം. ചെയ്തു കൊടുക്കണ്ടേ? കൊച്ചിന് പനിയുണ്ടോ? ഇല്ലെന്നേ. അമ്മയൊന്ന് തൊട്ട് നോക്കിക്കേ. ഇല്ലേ? അമ്മയൊന്ന് തൊട്ട് നോക്ക്. പനിയൊന്നുമില്ല. അതാണ് പറഞ്ഞത് പനിയില്ലെന്ന്. ഏലിക്കുട്ടി ഡോക്ടർ പരിശോധിച്ചു. വിശർപ്പാന്നേ, ചൂടല്ലേ? ഇടയ്ക്കിടയ്ക്ക് വിശർക്കുന്നുണ്ട്. മുഖമൊക്കെ മുഖത്തിന്റെ ഷേപ്പൊക്കെ വലുതാവുന്നതനുസരിച്ച് ഷേപ്പ് മാറൂല്ലോ. എത്ര നേരമായി ആ പശുവാണ് അവിടെ നോക്കിയുള്ളൂ. പാവം അതൊന്നും മിണ്ടുന്നില്ല. പശുവേ ഒന്നും മിണ്ടുന്നില്ലെന്ന്. അതിന് തീറ്റ കൊടുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞ്. ഒരു ഗ്രാവ് അവിടെ നിപ്പില്ലേ? കറക്കണയില്ലെന്ന് പറഞ്ഞിട്ട് അതിന് തീറ്റ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കറക്കാനൊന്നും ഇല്ല, കുഞ്ഞിതാ. അതിന് സമയത്തിന് തീറ്റ കൊടുക്കണ്ടേ? ഇല്ലെന്നേ, പ്രസവിച്ചൊന്നും ഇവിടെ ഇല്ല. എലിക്കുട്ടി അമ്മയ്ക്ക് മേലല്ലോ നോക്കാൻ. പിന്നെ എന്നാലും കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കണം. അമ്മ പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ആദ്യം തീറ്റ കൊടുക്കണ്ടേന്ന്. കുഞ്ഞുങ്ങൾക്കല്ലേ തീറ്റ കൊടുക്കണ്ട ആദ്യം. പിന്നെ എലിക്കുട്ടി അമ്മയ്ക്ക് മേലാത്തതുകൊണ്ട് ഇപ്പം കറവയുള്ളതൊന്നും ഇല്ല. തീറ്റയൊന്നും ഇല്ലെന്ന്, എല്ലാം ഉണങ്ങി കിടക്കുവാ. അങ്ങനെ പഠിപ്പിക്കണം. ജോമോനോട് പറ വല്ല തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാൻ. ജോമോൻ ഇവിടെ ഉണ്ടോ? ജോമോനോട് പറഞ്ഞാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് നടക്കൂ. അമ്മ പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കുകയല്ല. പറ്റിയല്ല. ഉള്ള സമയത്തൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഓ, ഇവിടെ നിന്നാല് കിടക്കുകയോ ഇരിക്കുകയും ചെയ്യാൻ പറ്റത്തില്ല അമ്മേ. എനിക്ക് മേല പോലെയല്ല. അവിടെ പണിയാണല്ലേ? അതാ പറഞ്ഞത്.
അയ്യോ അയ്യോ എന്ത് വെയിലാണോ. കണ്ണു മനുഷ്യ പോവുക. മഴക്കാരെല്ലാം പോയി. പോട്ടെ മനുഷ്യർക്ക് അപ്പയൊക്കെ വന്നതാണ്. ആ മനുഷ്യരൊക്കെ ഇപ്പം ചാകും മുട്ട സാധനങ്ങൾ ഇപ്പൊ ഉണങ്ങാനുള്ള സമയമാണ്. അതൊക്കെ ശരിയാ. ഉണങ്ങിക്കൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? മനുഷ്യര് വേണ്ട തിന്നാൻ. മനുഷ്യർ ഉണങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ പോവാ കേട്ടോ. നിങ്ങൾ ഇന്ന് സംസാരിക്കണം. കൊച്ചേറ്റും എല്ലാം കഴിക്കണമെങ്കിൽ തരാം. വാ ഏറ്റുവാ. കൊച്ചേറ്റും എല്ലാം കഴിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ കണ്ടാലേ എങ്ങനെയാ കൊച്ചിന്റെ വിഷമം എന്നാ? പറയടാ വിഷമം എന്നാന്ന്. ഞാൻ ഡോക്ടറൊക്കെ പോയി മരുന്ന് മേടിക്കും. അമ്മയൊന്ന് കൂടെ പോകാവോ? എലിക്കുട്ടിയമ്മ ഇതിനെ കൊണ്ടൊന്ന് പോകാവോ? എന്നെ കൊണ്ടൊന്നും പറ്റിയല്ല. വണ്ടി വിളിച്ചു തരാം. എനിക്കെങ്ങും പോകത്തില്ല. എനിക്ക് വേല. ടൂറിന് പോവാന്ന് കാരണന്മാർ നിങ്ങളൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ കാരണന്മാരെന്നൊക്കെ അറിയാലേ. കാണിച്ച് മരുന്നൊക്കെ മേടിച്ചാൽ കേട്ടോ. കാരണന്മാര് ഞങ്ങളെന്നുള്ള കാര്യമൊക്കെ എന്നാ വിഷമം? എന്നാ വിഷമം? കൊച്ചൊന്നും പറയല്ല. ഏറ്റ് നടക്കണം അങ്ങോട്ട്. ഇങ്ങോട്ട് ഏറ്റ് നടക്കണം. അമ്മ വിശപ്പ് ഏറ്റ് പാടാ ഇങ്ങോട്ട്. ആഹാരം വേണ്ടേ? ഒന്നും വേണ്ടേ? കൊച്ചിന് പറഞ്ഞാലെന്താ? വഴക്ക് പറ. ഒന്നും പറയാല്ലോ. അതിന്റെ അങ്ങനെ പണ്ടടയ്ക്കും. അത് മാത്രം കണ്ണടക്കി കാല് വിട്ടിളക്കും അല്ലേ? കുറേശ്ശൊക്കെ പറയുകയും ചിരിക്കുകയൊക്കെ ചെയ്യണം. അത് ശരിയാ. എന്തെങ്കിലും ശരിയാവൂ. അല്ലെങ്കിൽ വേറെ വല്ലതൊക്കെയാന്ന് പറയും. കൊച്ചിന് അത്ര മേലാത്ത രോഗമൊന്നുമില്ലല്ലോ. ഏറ്റു നടക്കത്തില്ലേ? അമ്മേ അവത കൊച്ചില്ലേ അമ്മയുടെ കെട്ടിയാൻ? അവത കൊച്ച് അധികം മിണ്ടുവോ അമ്മേ? അവത കൊച്ച് മിണ്ടുവായിരുന്നോ? മിണ്ടുവായിരുന്നോ? ചെറുപ്പത്തിലല്ല. അമ്മ കെട്ടി ഇവിടെ വന്നപ്പോ ഉള്ള കാര്യം ചോദിച്ചത്. ചെറുപ്പത്തിലെ കാര്യം അമ്മയ്ക്ക് അറിയാവോ? അന്ന് മിണ്ടാത്ത കുറവാ. അതാണിത്. അതാ സ്വഭാവ. അന്ന് സംസാരമൊന്നും ഇല്ല. അതാണ് എന്നാ ചെയ്യാനാ. പാരമ്പര്യം കിട്ടിപ്പോയില്ലേ. സാധനം മനുഷ്യർ പിന്നെ കുഴപ്പമില്ല. അയ്യോ അങ്ങനെയൊക്കെ പറയല്ലേ. മക്കളോർക്കും തരികയില്ല, കൊച്ചുങ്ങൾക്കും കുടിക്കല. അങ്ങനെയാ. അവരെ കൊച്ചിനെ ചീറ്റിക്കുവാണല്ലോ. സ്വന്തം കാര്യം ചിന്താവാന്നുള്ള ഒന്നും ഉണ്ടാക്കിയിട്ടു. ആര്? ചാച്ചനോ? ചാച്ചനോ? അവത കൊച്ചാ? അവരെ കൊച്ചല്ല. അവരെ കൊച്ചിനങ്ങനെ കുഴപ്പമൊന്നും. മാറ്റി കൊച്ചിന്റെ കാര്യമല്ല. അതാ പറഞ്ഞു. അത് കൊച്ചു പണിയെടുത്ത കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. പണിയെടുക്കുകയും ചെയ്യാണ്ട് അവരെ എല്ലാവരും മനസ്സിലാക്കാനോ കഴിവുണ്ടാകും എല്ലാ കാര്യത്തിലും. അല്ല ഞാൻ വീടിന് വേണ്ടി കിടന്ന കഷ്ടപ്പെട്ടത്. അവത കൊച്ച് അധികം മിണ്ടിയല്ലായിരുന്നെന്നാ ഞാൻ പറഞ്ഞത് അല്ലേ? ഒരു വഴക്കും ഇല്ല, ഒന്നും ഇല്ലായിരുന്നു. ഒരു പാവായിരുന്നു. ഒന്നും പറയല. അതുപോലെയാന്നാ ഞാൻ പറഞ്ഞത്. ഒരലമ്പെന്ന് പറഞ്ഞതേ ഇല്ല. സ്വന്തം കൂടപ്പറപ്പുമായിട്ട് ഒരു വഴക്കോ അലമ്പോ ഒരു വർത്തമാനത്തിൽ ഒരു കുഴപ്പമൊന്നുമില്ല. അവരുടെ ഇഷ്ടത്തിന് അവർക്കുള്ളത് എന്ത് വേണമെന്ന് വീട്ടിൽ നിന്നിട്ട് കൈകാര്യം ചെയ്യും. പുള്ളി ഒന്നും പറയലായിരുന്നു. ഒന്നും പറയും. അതൊക്കെ സത്യാട്ടോ. ഒരു തടസ്സം ഉണ്ടായിട്ടു. അമ്മമാർ സമ്മതിക്കാൻ തോന്നിയ പോലെ ഒന്നും കളിക്കും. ആർക്കും പറ്റിയ ഇവനിപ്പോ പ്രത്യേകിച്ച് എന്നാ കുഴപ്പം? ഇവന് ആ പാരമ്പര്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അധികം മിണ്ടിയല്ല. അല്ല അവന് വിഷമമൊന്നുമില്ലല്ലോ. വിഷമമൊന്നുമില്ല. രോഗമുണ്ടോ? രോഗമൊന്നും ഇപ്പൊ ഇല്ല. പിന്നെ ഇപ്പൊ ക്ഷീണായി പോയി. ഇത് മുറി വന്ന് അകപ്പെട്ടു പോയി. അതിന്റെ വിഷമത്തിൽ കിടക്കുന്നതാ. സമയത്ത് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യണം. എണീക്കാനും വില, ഇരിക്കാനും വില, പോകാനും വില. അതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ കാരണന്മാർക്ക് ഉത്തരവാദിത്വം ഇല്ലായിരിക്കും. കാരണന്മാർക്കോ? അത് അവനാ പറയേണ്ടത്. അവനോട് ചോദിക്കും. കാരണന്മാർക്ക് അവന്റെ കാരണന്മാർക്ക് ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് അവനോട് ചോദിക്കും. നോക്കിയോ? നോക്കുവോ? നോക്കുന്നു, തല കൊടുക്കുന്നു. അതുപോലെ പിന്നെ ഞാനിങ്ങനെ കിടക്കണം. ഇതെന്നാ എന്നാ കാര്യത്തിലാ? അവന്റെ കാരണവർ ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അതാണ് ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും നടത്തി തന്നില്ലേ? അവനേറ്റ് പോയോ? അവനേറ്റ് പോയോ? കിടന്നവനേറ്റ് പോയോന്ന്? അല്ല ഇവിടെ കിടന്നവനെ, ഇവിടെ കിടന്ന ആളേറ്റ് പോയോന്ന്? ഇവിടെ കിടന്നില്ലേ? ഒരാൾ കിടപ്പില്ലായിരുന്നോ? ഇവിടെ കിടന്നില്ലേ? ഒരു കൊച്ചു കിടപ്പില്ലായിരുന്നോ? അവൻ പോയോ? ഏറ്റ് പോയല്ലേ?
പോയെന്നാ എനിക്ക് തോന്നുന്നത്. ആ പോയില്ല, ഇവിടെ കാണിയില്ലായിരുന്നോ? ഇവിടെ ഇല്ലല്ലോ. ആ അതാ പറഞ്ഞേ. ആ അവനേറ്റ് പോയി. അതിന്റെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. ആ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അതൊക്കെ എടുത്തോണ്ടാണോ പോയാ? അവന് സാധനമൊന്നും ഇല്ലായിരുന്നല്ലോ, അവൻ ചുമ്മാ ഒന്ന് കിടന്നാലേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇപ്പൊ ആരൊക്കെയാ ഉള്ളേ? ഇവിടെ നമ്മളൊക്കെ ഉണ്ട്. അല്ല പിള്ളേരായിട്ടും കാർപ്പന്മാരായിട്ടൊക്കെ നമ്മളൊക്കെയാ. എലിക്കുട്ടിയമ്മയുണ്ട്, ജോമോനുണ്ട്, ജോമോളുണ്ട്, വിവാനുണ്ട്, വിവീനുണ്ട്. എല്ലാവരും ആ എല്ലാവരും ഉണ്ട്. വിവാൻ്റെ പനി കഴിഞ്ഞ് അവനേറ്റ് പോയി. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.